വളരെ കാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റുമായി ഞങ്ങൾ എത്തുകയാണ്. വ്യക്തി സ്വാതന്ത്ര്യം അതിൽ കിടക്കുമ്പോൾ അതിന് നിയമപരിരക്ഷ കൂടി ഉറപ്പുവരുത്തുമ്പോൾ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര ഇനി എങ്ങനെയായിരിക്കും? മലയാളിയുടെ പ്രണയ ചാപിള്ളകൾ അന്വേഷണ പരമ്പര ആരംഭിക്കുന്നു. നമസ്കാരം, മലയാളം മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്ന, നിങ്ങൾ സംരക്ഷിച്ചിരുന്ന, അതുമല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിച്ചിരുന്ന നിങ്ങളുടെ ഇണ നിങ്ങളെ വഞ്ചിച്ചത് മൂലം തകർന്നുപോയ കുടുംബങ്ങൾക്ക് മുന്നിൽ സവിനയം ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു. പൂർണ്ണമായ വീഡിയോ കണ്ട് ശരിയെന്ന് തോന്നിയാൽ മാത്രം ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പരസ്പര സമ്മതത്തോടു കൂടിയ ലൈംഗിക ബന്ധം കുറ്റകരമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞു. ന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. വിവാഹിതരായ സ്ത്രീയും പുരുഷനും എന്തിൻ്റെ പേരിലായാലും സ്വന്തം പങ്കാളിയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുടെ ഇണയെ കാമപൂർത്തീകരണത്തിനായി സ്വന്തമാക്കുമ്പോൾ അവിടെ തകർന്നു പോകുന്ന ഭാര്യയോ ഭർത്താവോ മക്കളോ ഉണ്ടെന്ന് ഉള്ളതും അവരുടെ മനസ്സിൽ ഏറ്റ ആഘാതത്തിന് പകരം കൗൺസിലിങ്ങോ മറ്റോ നടത്തുവാനുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് എടുക്കണമെന്ന് മുതിർന്നവർക്ക് അനുവദിച്ചു കൊടുത്ത ഈ ലൈംഗിക സ്വാതന്ത്ര്യം ഭാവിയിൽ ലൈംഗിക അരാജകത്വം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടേക്കാം. മുതിർന്നവരുടെ ഈ ലൈംഗിക സുഖത്തിനു പിന്നിൽ തകർന്നു പോകുന്ന കുട്ടികളുടെ പുനരധിവാസമോ അവരുടെ ഭാവിയെയോ ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ പൊതുസമൂഹമോ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നവരോ ആലോചിച്ചതുപോലുമില്ല. ഒരർത്ഥത്തിൽ എല്ലാവരും ഇത് ആസ്വദിക്കുകയാണ് ചെയ്തത്. എത്രയൊക്കെ നിയമ പ്രൊട്ടക്ഷൻ വന്നാലും ഇനിയും പതിറ്റാണ്ടുകൾ മലയാളിയുടെ മനസ്സ് ഇങ്ങനെയൊക്കെ തന്നെ തുടരും. എത്ര പരസ്പര സമ്മതം എന്ന് പറഞ്ഞാലും സമൂഹം കുറ്റപ്പെടുത്തുന്നത് എപ്പോഴും സ്ത്രീയെ മാത്രമായിരിക്കും. സ്വന്തം അമ്മ വേശി എന്ന് മുദ്രകുത്തപ്പെട്ടാൽ അവളുടെ മക്കളുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്തത് എപ്പോഴും സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ ആയിരിക്കും. എന്നാലും ശിക്ഷ പലപ്പോഴും അവൾക്ക് മാത്രമാകും. കാണുന്ന ചെളിയിലെല്ലാം ചവിട്ടി കുപ്പത്തൊട്ടിയിൽ ആയാലും വെള്ളമുണ്ടെങ്കിൽ അത് കഴുകി വീരവാദം പറഞ്ഞ് പരിശുദ്ധനാകുന്ന അവൻ പറഞ്ഞത് അപവാദമാണെന്ന് ഓർക്കുക. നമ്മുടെ സ്ത്രീകൾ എന്നായിരിക്കും ഇത് തിരിച്ചറിയാതെ പോകുന്നത്? സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ചിന്തിക്കണം. കലണ്ടറിൽ കാണുന്ന ഡേറ്റുകൾ മുൻപോട്ട് മാത്രമല്ല, ചിലപ്പോഴൊക്കെ അത് പിന്നിലേക്കും മറിച്ചു നോക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വഞ്ചിക്കുന്ന സ്വന്തം ഇണ നിങ്ങളെ കരുതലിൻ്റെ ഏത് കൊടുമുടിയിലാണ് ഇരുത്തിയിരുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുക. വളരെ പണ്ട് മുതലുള്ളൊരു പഴഞ്ചൊല്ല് ഓർത്തു പോവുകയാണ്. പലർക്കും അയൽപക്കക്കാരൻ്റെ ജനലിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം തിരിച്ചറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഭർത്താവിനെ മറന്ന് അയൽപക്കത്തെ പയ്യൻ്റെ നെഞ്ചിൽ അഭയം തേടുന്ന മധ്യവയസ്കരായ സ്ത്രീകളുടെ എണ്ണവും നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നതും അമ്മമാരുടെ കാമുകന്മാർ സ്വന്തം കുഞ്ഞുങ്ങളെ, അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒറ്റപ്പെട്ട വാർത്തയല്ല. പാലും പൂവും രഹസ്യ സിമ്മും നൽകി നാട്ടിലെ കൃഷ്ണൻ ആകാൻ ശ്രമിക്കുമ്പോൾ അവരുടെ വലയിൽ വീണുപോകുന്ന സ്ത്രീകളും പെരുകുകയാണ്. തിരിച്ചു പയ്യന്മാർ ഹരമായി മാറുന്ന പാഞ്ചാലിമാരും ഇന്ന് കുടുംബങ്ങളിൽ നിന്നും വെളിയിൽ വരുന്ന കാഴ്ച കാമാത്തിപുരയേക്കാളും ജീർണിച്ചതാണ്. സംസ്കാര സമ്പന്നർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളികൾക്ക് ഇതെന്തു പറ്റി? കുടുംബ ബന്ധങ്ങൾക്കിടയിലെ അസ്വാരസ്യമാണോ, അതോ വലവിരിച്ച് കാത്തിരിക്കുന്ന യുവത്വങ്ങളാണോ തെറ്റുകാർ? ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കാതെ ഒരു തലമുറ മുഴുവൻ ആൻഡ്രോയിഡ് മൊബൈലുകളിലേക്ക് ചെന്ന് വീഴുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് സെക്സിൻ്റെ ഏറ്റവും വൈകൃത രൂപങ്ങളായ സംഘം ചേർന്ന ഒരു സ്ത്രീയെ ഭോഗിക്കുക, കൂടാതെ പങ്കാളികളെ പരസ്പരം കൈമാറുക, എന്നിട്ട് ഒരു മുറിയിൽ തന്നെ ഒന്നിലധികം ദമ്പതികൾ കിടക്ക പങ്കിടുക. ഇത് നമ്മുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞു. ഒരിക്കൽ ഒരാൾ കീഴ്പ്പെടുത്തിയാൽ മയക്കുമരുന്നിൻ്റെയും ഒന്നിലധികം പേരെ ഒരേ സമയം ആസ്വദിച്ചതിൻ്റെയും പേരിൽ ഒരു റാക്കറ്റിലേക്ക് തന്നെ ചെന്ന് വീഴുന്ന കുടുംബിനികൾ, ആത്മാഭിമാനമുള്ളവർ ആത്മഹത്യയിലേക്ക് പോകുന്നത് സ്വാഭാവികം മാത്രം. ഏത് നിയമം അനുവദിച്ചാലും സ്വന്തം കുടുംബത്തെ തകർത്തവരെ സ്വയം ശിക്ഷിക്കുന്നവരും നാട്ടിൽ കുറവല്ല. സൗദി അറേബ്യൻ കാടൻ നിയമം തന്നെ ഇവരിൽ പലരും നടപ്പിലാക്കാറുണ്ട്. ഈ വിധിയെക്കുറിച്ച് സാംസ്കാരിക നായകർ മാത്രമല്ല, മറ്റാരും ഒന്നും പറഞ്ഞു കേട്ടില്ല. വിധിയെ വിമർശിക്കാൻ നമുക്കാവില്ലല്ലോ. പക്ഷെ ഒന്ന് പറയാം, മറ്റുള്ളവരുടെ എച്ചിൽ തിന്ന് ശീലിച്ച ഇന്ത്യക്കാർ വിദേശികൾ കണ്ടം വയ്ക്കുന്ന കപ്പലും വിമാനവും ട്രെയിനും സാങ്കേതിക വിദ്യകളും ഒക്കെ ഇരന്ന് വാങ്ങി കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം വിദേശീയർ ഏകദേശം 30 കൊല്ലം മുൻപെങ്കിലും ഉപേക്ഷിച്ചതാണ് എന്നുള്ള വസ്തുത എത്ര പേർക്കറിയാം?
ഒരു കാലത്ത് വിദേശികൾ സ്വന്തം സഹോദരിയോട് ബെറ്റർ ദാൻ മമ്മി എന്ന് പറയുമ്പോൾ പപ്പ ഈസ് ആൽസോ ടോക്കിംഗ് എന്നാണ് സഹോദരിമാർ മറുപടി കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് അവരോട് ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വന്ന് തല്ലിയിട്ട് പോകും. അവർ കണ്ടം വച്ച ആ സംസ്കാരമല്ലേ ഇന്ന് ഓഷോയുടെ മണ്ണിൽ നിയമമായി മാറിയത്? അവിഹിതത്തിൻ്റെ പേരിൽ കുടുംബങ്ങൾ പിരിയുമ്പോൾ, കുഞ്ഞുങ്ങളായ സഹോദരനും സഹോദരിയും രണ്ട് തട്ടിൽ ആകുമ്പോൾ, കാലങ്ങൾക്ക് ശേഷം ഒരു മുറിയിൽ അന്തി ഉറങ്ങേണ്ടി വന്നാൽ ഈ സഹോദരന്മാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ന്യായാധിപൻ ഇതിന് മറുപടി പറയാൻ കഴിയുമോ? മുൻപ് FBയിൽ വായിച്ചിട്ടുള്ളതാണ്. സന്തോഷകരമായ കുടുംബജീവിതത്തിന് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മൊബൈൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പാസ്വേഡുകൾ ഒന്നായിരിക്കുന്നതാണ് നല്ലതെന്ന്. ഒട്ടുമിക്ക പുരുഷന്മാരും ഇന്ന് ഭാര്യമാർ ആരോപിക്കുന്ന സംശയരോഗത്തിൻ്റെ നിഴലിലാണ്. പക്ഷേ പ്രേക്ഷകരെ, അത്തരം ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളെ ശ്രദ്ധിക്കൂ. രഹസ്യ കാമുകന്മാരും അവരോരോരുത്തർക്കും മറ്റാരും അറിയാത്ത മൊബൈൽ സിം കാർഡുകളുമുള്ള ഒരു അഭിനവ ശീലാവതിയായിരിക്കും മിക്കപ്പോഴും ആ സ്ത്രീ. ഇന്ന് ഭാര്യയെ വിട്ടുകിട്ടാൻ കാമുകനോട് അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ടുകിട്ടാൻ കാമുകിയോട് അപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ കാമുകിയുടെ ഭർത്താവിനോട് അപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിലെ മിക്ക സ്റ്റേഷനുകളിലും തീർപ്പ് കൽപ്പിക്കാൻ ആവാത്ത നാണം കെട്ട ധാരാളം കേസുകളായി നിലവിലുണ്ട്. കുട്ടികൾ പോലും സ്വന്തം അച്ഛനെയോ അമ്മയെയോ തിരികെ കിട്ടാൻ കാമകേളികളിൽ ആറാടുന്ന ഇത്തരക്കാർക്ക് മുന്നിൽ യാചിക്കേണ്ടി വരുന്ന ഈ സംസ്കാരത്തെ ഓരോരുത്തരും സ്വയം പ്രതിരോധിക്കുക. പ്രവാസിയുടെ ഭാര്യയെ വഴിതെറ്റിക്കുന്ന, അല്ലെങ്കിൽ നിസ്സാര സൗന്ദര്യ പിണക്കങ്ങളാൽ അകന്നു നിൽക്കുന്ന ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ സ്ത്രീയെ കടന്നു പിടിച്ച് കീഴ്പ്പെടുത്തി സ്നേഹം നടിച്ച് സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കുന്നവന് നിങ്ങൾ എന്ത് ശിക്ഷ വിധിക്കും? ഇതിനൊക്കെ ഇടയിൽ നട്ടം തിരിയുന്ന കുട്ടികൾ സമൂഹത്തിന് ബാധ്യതയാകില്ലേ? ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടുന്ന കുട്ടികൾ സമൂഹത്തിനോട് മുഴുവൻ പകയുള്ള, ആരെയും എന്തും ചെയ്യുവാൻ പോകുന്ന ക്രിമിനലുകളാവാൻ വാർത്തെടുക്കൽ ആകില്ലേ ഇത്തരം വിധികൾ? അമേരിക്കയിലും മറ്റും സ്കൂളുകളിൽ കാണുന്ന വെടിവയ്പ് ഇതിൻ്റെയൊക്കെ ഭാഗമല്ലേ? ആണോ പെണ്ണോ എന്നതിലല്ല നിങ്ങൾക്ക് ഒരാൾ വഴങ്ങിത്തരുന്നത് മറ്റൊരാളുടെ അസാന്നിധ്യമോ കഴിവുകേടോ ആകാം. അത് പുറത്തു പറഞ്ഞ് അവഹേളിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ചെയ്യുക. എന്തായാലും അടുത്ത തലമുറ ഏതവസ്ഥയിലേക്ക് നീങ്ങും എന്ന് കണ്ടറിയാം. ഇതൊരു ഉപദേശമല്ല, ഒരു സന്ദേശമാണ്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഏത് നിയമങ്ങൾ വന്നാലും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നാളെയുടെ പ്രതീക്ഷകളായ കുട്ടികളെ നന്മയിലേക്ക് നയിക്കുവാൻ നിങ്ങളൊപ്പം കൂടുക. സാധാരണക്കാരന് ഇന്നും സ്വന്തം മാനത്തിന് തന്നെയാണ്, ആത്മാഭിമാനത്തിന് തന്നെയാണ് വില. സ്വന്തം ശരീരത്തിന് വിലയിടുമ്പോൾ നിങ്ങൾ അറിയുക, നിയമപരിരക്ഷ കിട്ടിയേക്കാം, സമൂഹം അത് അംഗീകരിക്കില്ല. വിവാഹിതയോട് പ്രണയാഭ്യർത്ഥന നടത്തിയാൽ അവളുടെ ശരീരത്തിന് വേണ്ടിയും തിരിച്ചായാൽ പണത്തിന് വേണ്ടിയും എന്ന് മനസ്സിലാക്കുക. ഈ വാർത്തയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നതിനിടയിൽ, അതായത് 2022 ജൂൺ 28 മനോരമ online.com-ൽ ചില്ല എന്ന സംഘടനയുടെ റാണി നൗഷാദ് ഒരു ലേഖനം എഴുതിയിരുന്നു. ആറ്റിങ്ങൽ സ്വദേശിയായ 20-കാരനായ ഹതഭാഗ്യനായ ഒരു മകൻ ഇവരെ വിളിച്ചു നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ആ കുട്ടിയുടെ അമ്മ മറ്റാരുമായോ സ്നേഹത്തിലാണ്, അവിഹിതത്തിലാണ് എന്ന് പരാതിപ്പെടുകയായിരുന്നു. ഇതറിഞ്ഞ സഹോദരിയും വിഷമത്തിലാണ്. സ്നേഹധനനായ അച്ഛൻ ഇതെങ്ങനെ സഹിക്കും എന്നതും ആ കുട്ടികളുടെ മറ്റു സങ്കടമായിരുന്നു. ഇത് ആറ്റിങ്ങൽ മാത്രമല്ല, തലസ്ഥാന നഗരിയിൽ നിന്നും കേരളത്തിൻ്റെ അങ്ങോളം മുകളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ എല്ലായിടങ്ങളിലും ഇത്തരം അവിഹിതങ്ങളുടെ കഥകൾ വളരെ വ്യക്തമാണ്. കുടുംബ പ്രശ്നങ്ങളുള്ളവർ, പ്രവാസികളുടെ ഭാര്യമാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾ തുടങ്ങിയവരെ ചതിയിൽപ്പെടുത്തുവാൻ മയക്കുമരുന്ന് സെക്സ് റാക്കറ്റുകളുടെ ഏജന്റുമാർ ഇന്ന് എവിടെയും സജീവമാണ്. സർവ്വസ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിക്കുകയോ സ്വപ്നം കാണുകയോ ചെയ്യുന്ന സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ അത് പൂവാങ്ങാൻ ആയാലും പാൽ വാങ്ങാനായാലും വീട്ടിലേക്കുള്ള ഗ്യാസ് വാങ്ങാനായാലും ശരി, എന്തിന് ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ അല്ലെങ്കിൽ ഒരു ടാക്സി വിളിക്കാൻ, അതുമല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയാൽ, സ്വന്തം തൊഴിലിടങ്ങളിൽ പോലും സ്ത്രീകൾക്കായി വലവിരിക്കപ്പെട്ടിരിക്കുകയാണ് ഇത്തരം സംഘങ്ങൾ. സൗഹൃദത്തിൽ അടുത്തുകൂടി ബലമായോ അല്ലാതെയോ കീഴ്പ്പെടുത്തി ഭീഷണിയിലൂടെ അവളുടെ മറ്റ് സൗഹൃദങ്ങളിലേക്ക് കൂടി ഈ സംഘം പടർന്നു കയറുകയാണ്. സ്വന്തം വീടുകളിൽ പോലും ഇത്തരം പെൺവാണിഭക്കാർക്ക്, മയക്കുമരുന്നുകാർക്ക്, പേക്കൂത്തുകൾക്ക് അവസരം നൽകേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. വീടുകളിൽ അരുതാത്ത നടമാടുന്ന നാടായി കേരളം എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ നാടുകളിലെങ്കിലും ഇത്തരം ആൾക്കാരെ പരസ്യ വിചാരണ ചെയ്യേണ്ടതല്ലേ? ജനങ്ങൾ സംഘടിക്കേണ്ടതല്ലേ? സ്ത്രീ എവിടെ പുരുഷനാൽ ആക്രമിക്കപ്പെട്ടാലും അതിൻ്റെ പിന്നിൽ നെടുംതൂണായി ഒരു സ്ത്രീ ഉണ്ടാവുക തന്നെ ചെയ്യും. കാലവും ചരിത്രവും എല്ലാം നമ്മെ പഠിപ്പിച്ചത് അതാണ്. ഇത്തരം സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്ത്രീകളെ തിരിച്ചറിയുക പ്രയാസമാണ്. കാരണം അവർ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ പകൽ മാന്യകൾ തന്നെയാകും. ഇത്തരം സ്ത്രീകളെയും സംഘങ്ങളെയും നമ്മുടെ കുടുംബത്തിൽ നിന്നും അകറ്റാനും ഒരു അത്യാപത്ത് വരാതിരിക്കാനും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ശ്രമിക്കുക. മുഖ്യധാരയിലേക്ക് വന്ന് അമ്മയെയും അവരുടെ ജാരനെയും പറ്റി പരാതിപ്പെട്ടത് ഒരാൾ മാത്രം. പരാതിപ്പെടാത്തവർ എത്രയോ പേർ, പരാതിപ്പെട്ടവരിൽ പരിഹാരം കാണാത്ത എത്രയോ കേസുകൾ, നാണക്കേട് കൊണ്ട് മക്കളെയും കൊന്ന് മരണത്തെ സ്വീകരിച്ചവർ എത്ര പേർ. ഇവിടെ ആണിനെ മാത്രം കുറ്റം പറയുന്നില്ല. സ്വന്തം സ്ഥാപന മേധാവികളെ പോലും സ്വന്തം കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് അവിടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കണ്ടിരിക്കാം. ഭരണകൂടങ്ങളെ പോലും പിടിച്ചുകൊടുക്കാൻ പ്രാപ്തിയുള്ള ഒറ്റയാൽ പട്ടാളം നിശേഷിപ്പിക്കാവുന്ന സ്ത്രീകളെല്ലാവരും ഇത്തരം ചില നിയമങ്ങളുടെ പിൻബലത്തിലാണ് ഇങ്ങനെ അഴിഞ്ഞാടുന്നത്. സാമൂഹിക പ്രതിബദ്ധത ഉള്ളവർ പ്രതികരിക്കുവാൻ സമയമായി. കുടുംബ ബന്ധങ്ങളുടെയും സമൂഹത്തിൻ്റെ തന്നെയും കെട്ടുറപ്പുകളെ തകർത്തെറിയും വിധം പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ അമിത ലൈംഗികത, അല്ലെങ്കിൽ അവിഹിത ബന്ധം. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഇത്തരക്കാർക്ക് പ്രചോദനമാകുന്ന തരത്തിൽ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിൽ ഇരയാക്കപ്പെടുന്ന ആണോ പെണ്ണോ കുട്ടികളോ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുത്തില്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ എങ്കിലും ഇവർക്ക് വേണ്ട മാനസിക പിന്തുണയും സമൂഹത്തിൽ നിന്നുള്ള അവഹേളനങ്ങളും ഒഴിവാക്കുവാൻ സഹായിക്കണം, അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങണമെന്ന് ഒരു അഭ്യർത്ഥന കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. അടുത്ത ഭാഗങ്ങൾക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.